എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, Kakkadampoil, Valamthood, Malappuram. Rockwell Mountain Retreat, Kakkadampoil, Nayadampoil. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏഡൻ ഗാർഡൻ. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് കാതോർത്ത് നിലമ്പൂർ. നെഞ്ചിടിപ്പോടെ മുന്നണികൾ. LDF-നും UDF-നും ജീവൻ മരണ പോരാട്ടമാണ് വരുന്നത്. PV അൻവറിന് ഇത് രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള പോരാട്ടവുമാണ്. മണ്ഡലത്തിൽ കരുത്തു വർദ്ധിപ്പിക്കാൻ BJP-യും ലക്ഷ്യമിടുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ നേതാക്കളുടെ ഒഴുക്ക് തന്നെ നിലമ്പൂരിലേക്കുണ്ടാകും. ദൃശ്യമാധ്യമങ്ങളും വൻ സന്നാഹങ്ങളോടെ നിലമ്പൂരിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി യഥാർത്ഥ നിലമ്പൂർ പൂരത്തിനാണ് തുടക്കമാകുന്നത്. PV അൻവർ LDF വിട്ടത് മുന്നണിക്ക് കോട്ടമായില്ലെന്ന് CPM പറയുമ്പോഴും അൻവറിൻ്റെ പോക്കിനെ മറികടന്ന് എങ്ങനെ വിജയിക്കുമെന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. കരുളായി പഞ്ചായത്ത് വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത പരാജയവും ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ ഭരണം നഷ്ടമായതും കാണാതിരിക്കാനാവില്ല. വന്യമൃഗശല്യത്തിന് പരിഹാരം കണ്ടെത്താനാവാത്തതും തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. നിലമ്പൂർ ബൈപ്പാസിന് പണം അനുവദിച്ചതാകും പ്രധാനമായും LDF തെരഞ്ഞെടുപ്പ് പ്രചരണമാക്കുക. പണം അക്കൗണ്ടിലേക്ക് എത്താതെ ഇത് വിശ്വസിക്കാനാവില്ലെന്ന് ബൈപ്പാസ് കൂട്ടായ്മ വ്യക്തമാക്കിയതോടെ ഇത് വിശദീകരിക്കുക സങ്കീർണമാകും. 1982-ൽ TK ഹംസ വിജയിച്ച ശേഷം 2016 വരെ LDF-ന് നിലമ്പൂർ മണ്ഡലം ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വന്നു. സഖാവ് കുഞ്ഞാലി മരണപ്പെട്ട ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിച്ചിട്ടും നിലമ്പൂരിൽ 1969 ശേഷം പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ഇക്കുറിയും പൊതു സ്വതന്ത്രന് തന്നെയാകും നറുക്ക് വീഴുക എന്നാണ് സൂചന. UDF-ന്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല. മുനമ്പം വിഷയം, വഖഫ് ഭേദഗതി ബിൽ എന്നിവയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി ക്രൈസ്തവ വിഭാഗം ഇടഞ്ഞു നിൽക്കുകയാണ്. 2020-ൽ UDF ശക്തി കേന്ദ്രങ്ങളായിരുന്ന നിലമ്പൂർ നഗരസഭ, അമരമ്പലം, പോത്തുകൽ പഞ്ചായത്തുകൾ LDF പിടിച്ചെടുത്തിരുന്നു. കൂടാതെ സ്ഥാനാർത്ഥിത്വത്തിനായുള്ള നേതാക്കളുടെ പിടിവാശിയും UDF-ന് തിരിച്ചടിയാണ്. 2016-ലും 2021-ലും ഉണ്ടായ അതേ തർക്കമാണ് ഇപ്പോഴും നടക്കുന്നത്. നിലമ്പൂർ സീറ്റിനായി വനിതാ നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന നിലപാടാണ് KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീലയും DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫും ഉള്ളത്. PV അൻവറിനെ ഒപ്പം നിർത്തി വിജയം നേടാമെന്ന പ്രതീക്ഷയാണ് UDF-നുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടുകൾ നേടാനാകുമെന്ന പ്രതീക്ഷയാണ് BJP പുലർത്തുന്നത്. ക്രൈസ്തവ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ മുനമ്പം വഖഫ് ഭേദഗതി ബില്ലുകൾ സഹായകരമാകുമെന്ന് ഇവർ കണക്കുകൂട്ടുന്നു. ഇതിനിടയിൽ സമ്മർദ്ദതന്ത്രവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും നിലമ്പൂർ പിടിക്കാൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, MLA-മാർ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വലിയ നിരയാണ് എത്താൻ പോകുന്നത്. എ പ്ലസ് വിഷൻ, നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര.